ജിപ്മറിൻ്റെ 2024-25 വർഷത്തെ BSc കോഴ്സുകളുടെ, അതായത് നേഴ്സിംഗ് കോഴ്സുകളുടെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ഒക്കെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അങ്ങനെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് 7-ാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ഞാൻ ഡീറ്റെയിൽ വീഡിയോ തന്നെ കമ്മ്യൂണിറ്റിയിലും മറ്റുമായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് കൊണ്ടുപോകണം, എത്ര സീറ്റാണുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൊണ്ടുപോവേണ്ട ഡോക്യുമെൻറ്റുകളിൽ ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചെക്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽ പറയാനാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. 19-ാം തീയതിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതേപോലെ 20-ാം തീയതികളിലുമൊക്കെ ആയിട്ട് പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ഫുൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 1 തുടങ്ങി 1400 വരെയുള്ള റാങ്കുകാർ 8 മണി തുടങ്ങി 11 മണി വരെയുള്ള സമയത്തും, 1401 തുടങ്ങി 2738 വരെയുള്ളവർ 11 മണി തുടങ്ങി 2 മണി വരെയുള്ള സമയത്തുമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ റിപ്പോർട്ടിംഗ് സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്ന് വാലിഡ് ID പ്രൂഫാണ്. അത് ആധാർ കാർഡ് ആവാം, ബാങ്കിന്റെ പാസ്ബുക്ക് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഏതെങ്കിലും ഒന്ന്. അതേപോലെ രണ്ടാമത്തേത് ചെക്ക് ലിസ്റ്റ്, അതായത് ജിപ്മർ BScയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മെയിലിലേക്ക് വരുന്ന, ഇമെയിലിലേക്ക് വരുന്ന ചെക്ക് ലിസ്റ്റ്. ഇതാണ് രണ്ടാമത്തെ ഡോക്യുമെന്റ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുക. ഓക്കെ. പിന്നെ ബാക്കിയുള്ളത് അന്ന് നമ്മൾ പറഞ്ഞതുപോലെ അഡ്മിറ്റ് കാർഡ്, NEET UGയുടെ റിവൈസ്ഡ് ആയിട്ടുള്ള സ്കോർ കാർഡ്, പിന്നെ BSc നേഴ്സിംഗിൻ്റെ BSc കോഴ്സിൻ്റെ അപ്ലിക്കേഷൻ ഫോമുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ +2ൻ്റെ പാസ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്. ഇത് രണ്ടും ചിലപ്പോൾ ഒന്നായിരിക്കും ചിലർക്ക്, അത് മതി. പിന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണെന്നും എന്താണെന്നും ഒക്കെ വീഡിയോയിലും പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീടുണ്ടായ അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും ചെക്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുന്നു. ഈ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ മെയിലിലേക്കാണ് വരിക. ഓൺ ഓർ ബിഫോർ നവംബർ 14, നവംബർ 14-ാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ മെയിലിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നിപ്പോൾ ഞാനിത് ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറേ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്, കുറേ കുട്ടികൾക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് എല്ലാവർക്കും വന്നോളും. നിങ്ങളതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ആ ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും ആ ചെക്ക് ലിസ്റ്റ് വരും. ഇനി ചെക്ക് ലിസ്റ്റ് വരാൻ വൈകി എന്ന് കരുതി നിങ്ങളുടെ പ്ലാൻ മാറ്റേണ്ടതില്ല. ഇപ്പം ജിപ്മറിൻ്റെ പുതുശ്ശേരിക്ക് പോകാൻ റെഡി ആയിരിക്കുന്നവർ, നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ, നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ടായാലും ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ പ്രശ്നമില്ല. ചെക്ക് ലിസ്റ്റ് നിങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ പോലും എവിടെന്നെങ്കിലും അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ആ ഡോക്യുമെന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ചെക്ക് ലിസ്റ്റിന്റെ ഒരു ഡീറ്റെയിൽ ഇപ്പോൾ ഇവിടെ പറയാം. അപ്പോൾ അതനുസരിച്ച് ഡോക്യുമെന്റ് തയ്യാറാക്കി നിങ്ങൾ പോയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ്, നിങ്ങളുടെ മെയിലിൽ വരുന്ന ചെക്ക് ലിസ്റ്റ് ഇങ്ങനെയായിരിക്കും. അതായത് BSc നേഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അക്കാഡമിക് 2024-25 എന്നൊക്കെ പറഞ്ഞ് 19-ാം തീയതി നവംബർ 19-നുള്ള ചെക്ക് ലിസ്റ്റാണിത്. ഈ ചെക്ക് ലിസ്റ്റിൽ ഓൾറെഡി നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ടാവും, ജിപ്മറിലേക്കുള്ള ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, നിങ്ങളുടെ NEET UG 2024 അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ 2024 സ്കോർ ഉണ്ടാവും, അതേപോലെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന്റെ റാങ്ക് ഉണ്ടാവും, ഇവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറി റാങ്ക്, നിങ്ങളുടെ ഓപ്പൺ റാങ്ക് എത്രയാണെന്നും. ഇപ്പോൾ ഈ ചെക്ക് ലിസ്റ്റിന്റെ കുട്ടി EWS ആയതുകൊണ്ട് EWSലെ റാങ്ക്. അപ്പോൾ നിങ്ങൾ ST കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇവിടെ ST റാങ്ക്, ഇവിടെ നിങ്ങൾ പുതുശ്ശേരി റെസിഡന്റ് ആണെങ്കിൽ അതിന്റെ റാങ്ക്. അങ്ങനെ കൺസേൺ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ ആ റാങ്കും ഉണ്ടാവും ഈ ചെക്ക് ലിസ്റ്റിന്റെ തുടക്കത്തിൽ ആദ്യം തന്നെ. ചെക്ക് ലിസ്റ്റിന് താഴേക്ക് നോക്കിയാൽ പാർട്ട് B കോഴ്സ് ഓപ്റ്റഡ്, ഇത് ഒഫീഷ്യൽ യൂസ് ആണ്. ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇത് നിങ്ങൾക്ക് കിട്ടേണ്ട, അതായത് നിങ്ങളുടെ റോസ്റ്റർ പോയിന്റ് എത്രയാണ്, നിങ്ങൾ എത്രാമതായിട്ടാണ് അലൂട്ട് ചെയ്യുന്നത്, അതൊക്കെ പിന്നീട് അവിടെ നിന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓഫീസ് യൂസിനാണ് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി അതിന്റെ പാർട്ട് C, ഈ പാർട്ട് C നോക്കുക. ഇതിലാണ് ഡോക്യുമെന്റുകൾ അവർ കൗൺസിലിംഗ് സമയത്ത് വെരിഫൈ ചെയ്യുക. അപ്പോൾ ബിഫോർ കൗൺസിലിംഗും ആഫ്റ്റർ കൗൺസിലിംഗും അത് ചെക്ക് ചെയ്തിട്ട് അവരിത് ടിക്ക് ചെയ്ത് പൊക്കോളും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രിന്റ് ഔട്ട് ഓഫ് ജിപ്മർ BSc കോഴ്സ് അപ്ലിക്കേഷൻ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. അവർ നിങ്ങളോട് ചെക്ക് ലിസ്റ്റ് വാങ്ങും. ഈ ഓർഡറിൽ അവർ ഓരോന്ന് മറിച്ച് പോകും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ എന്ത് വെക്കണം? ചെക്ക് ലിസ്റ്റ് വെക്കണം. തൊട്ട് താഴെ എന്ത് വെക്കണം? പ്രിന്റ് ഔട്ട് ഓഫ് ജിപ്മർ BSc കോഴ്സ്. അന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ പ്രിന്റ് ഔട്ട് വെക്കണം. അതിന്റെ താഴെ നിങ്ങൾ എന്ത് വെക്കണം? NEET UGയുടെ 2024 റിവൈസ്ഡ് നിങ്ങളുടെ സ്കോർ കാർഡിന്റെ കോപ്പി വെക്കണം. പിന്നെ നിങ്ങൾ എന്ത് വെക്കണം? 10th സർട്ടിഫിക്കറ്റ് വെക്കണം. ശരിയല്ലേ? ഈ പ്രൂഫ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി 10th സർട്ടിഫിക്കറ്റ് വെക്കണം. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ഡോക്യുമെന്റുകളെല്ലാം ഒറിജിനലി കൊണ്ടുപോകണം, കോപ്പി അല്ല. ഇത് പ്രിന്റ് ഔട്ട് ആണ്. അതുപോലെ ഈ സ്കോർ കാർഡ് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം. ഈ പ്രൂഫ് ഓഫ് ബർത്ത് 10th സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഒറിജിനലി തന്നെ കൊണ്ടുപോകണം. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് 10th സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഓക്കെ. പിന്നെ +2ന്റെ മാർക്ക് ലിസ്റ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ മാർക്ക് ലിസ്റ്റ് രണ്ടും പാസ് സർട്ടിഫിക്കറ്റ് വേറെയും
മാർക്ക് സ്റ്റേറ്റ്മെന്റ് വേറെയും ആണെങ്കിൽ രണ്ടും വെക്കണം, ഇല്ലെങ്കിൽ ആ ഒരെണ്ണം വെച്ചാൽ മതി. ഇനി കോഴ്സ് കം കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വെക്കണം. അതിലൊക്കെ ഡീറ്റെയിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിരുന്നു. നിങ്ങളുടെ TC അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വെക്കണം. അതേപോലെ നിങ്ങളുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, ഇപ്പൊ പുതുച്ചേരി റെസിഡന്റ് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നാഷണാലിറ്റി ഈ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വെക്കണം. ബാക്കിയുള്ളവർക്ക് നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ ആധാർ കാർഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഉപയോഗിക്കാം, അത് വെക്കാം. ഇനി നേരത്തെ പറഞ്ഞു പുതുച്ചേരി റെസിഡൻസിനാണെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ OBC NCL ആണെങ്കിൽ താലൂക്കിൽ നിന്ന് കിട്ടിയ NCL സർട്ടിഫിക്കറ്റ്, SC കാൻഡിഡേറ്റ് ആണെങ്കിൽ താലൂക്കിൽ നിന്ന് കിട്ടിയ SC സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ ST ആണെങ്കിലും ഒക്കെ താലൂക്കിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഷുഡ് ബി ഓൺ ഓർ ആഫ്റ്റർ 1, അതായത് ഫസ്റ്റ് ഏപ്രിൽ 1-ാം തീയതിക്ക് ശേഷം, ഏപ്രിൽ 1-ാം തീയതി 2023 ഏപ്രിൽ 1-ന് ശേഷം എടുത്തതായിരിക്കണം ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതാ NCL-ഉം EWS-ഉം. SC ST-യുടെ ആ പ്രശ്നമില്ല, കുറച്ചുകൂടി വാലിഡിറ്റി ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. NCL സർട്ടിഫിക്കറ്റും EWS-ഉം ഈ പറഞ്ഞ ഡേറ്റിലോ അതിന് ശേഷമോ എടുത്തതായിരിക്കണം. അതേപോലെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കളറിലുള്ള 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. പിന്നെയുള്ളത് ഒരു സെറ്റ് ഫോട്ടോ കോപ്പി ഉണ്ടാവണം, ഒരു സെറ്റ് ഫോട്ടോ കോപ്പി ഓഫ് എബൌട്ട് ഡോക്യുമെന്റ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റുകളുടെയും ഒരു സെറ്റ് ഫോട്ടോ കോപ്പി, അതേപോലെ 2 പാസ്പോർട്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റുകളെല്ലാം ഇതേ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് അതിന്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ ചെക്ക് ലിസ്റ്റും വെച്ചിട്ട് വേണം അവിടെ സബ്മിറ്റ് ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ് കൊണ്ടുപോകണം എന്നുള്ളത് ഓർക്കുക. ഫോട്ടോ കോപ്പി മാത്രമല്ല, ഒറിജിനലും കൊണ്ടുപോകണം. അപ്പോൾ ചെക്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നവർക്ക് ആർക്കെങ്കിലും ചെക്ക് ലിസ്റ്റ് കിട്ടാത്തതുണ്ടെങ്കിൽ അത് കിട്ടിക്കോളും, നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അതിന്റെ അപ്ഡേറ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.